ക്യാമറയിൽ ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ വരുമ്പോഴേ ക്ലിയർ ആണോ? ആക്ഷൻ ക്യാമറ. നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ടുള്ള വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒരു എസെൻഷ്യൽ കൊമോഡിറ്റി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ പുറകിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്. അതായത് പണ്ട് നമ്മളൊരു ട്രഡീഷണൽ വീടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ പണ്ടത്തെ ട്രഡീഷണൽ വീടുകളിലും നമുക്ക് ഈ പറഞ്ഞ പോലെ 4 കെട്ട് 8 കെട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആധുനിക രീതിയിലുള്ള വീടുകളിലേക്ക് ആയപ്പോഴും ആൾക്കാർക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. ഈ 4 കെട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വീടിൻ്റെ അകത്തൊരു കോർട്ട്യാർഡ് വേണമെന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ആ രീതിയിൽ കുറേ ആളുകൾ കോർട്ട്യാർഡുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് മഴയും വെയിലൊക്കെ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമൊക്കെ ഒരുക്കി. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും റെയിൻ വാട്ടറൊക്കെ വരുന്ന കാരണം കൊണ്ട് ആളുകൾ അതിനകത്ത് ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ കോർട്ട്യാർഡ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ഈ വെള്ളം വീണും ഈ വെയിലും അടിച്ചും ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ സ്വാഭാവികമായിട്ടുള്ള ഈ ഫംഗസും അതുപോലെ തന്നെ ഈ പായലൊക്കെ വന്നിട്ട് ഈ കോർട്ട്യാർഡ് ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടായിട്ട് മാറി ഒട്ടുമിക്ക വീടുകളിലും. പിന്നീട് ഈ കോർട്ട്യാർഡുകൾ അതിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ട് വേറെ റൂഫൊക്കെ ഇട്ട് അടച്ച് മാറ്റുക എന്നുള്ളൊരു ദുര്യോഗത്തിലോട്ടൊക്കെ മാറി. ഒട്ടുമുക്ക വീടുകൾ അങ്ങനെയാണ്. കോർട്ട്യാർഡ് നമ്മുടെ 4 സൈഡിലും ചുറ്റപ്പെട്ട് റൂമുകളാൽ ചുറ്റപ്പെട്ട് വരുന്ന കോർട്ട്യാർഡിനൊക്കെ അങ്ങനെ ഒരു ദുര്യോഗം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി അതിൽ നമുക്ക് പിന്നെ പ്ലാന്റ് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. സ്വാഭാവികമായിട്ട് ഇത് എൻക്ലോസ്ഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്ത് വെച്ചിരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധാരണ ടൈപ്പ് പ്ലാന്റുകൾ, അതായത് ഔട്ട്ഡോറിൽ വളരുന്ന ചെടികളൊക്കെ തന്നെയാണ് നമ്മൾ അവിടേക്ക് വെച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ കോർട്ട്യാർഡിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോൾ നമ്മൾ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ സാധനം പിന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തി.